എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 49ാമത്തെ സെഷനാണ്. കഴിഞ്ഞ 48 സെഷനുകളിലായി വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് അഭംഗുര തുടരുന്ന ഈ പരിപാടിയുടെ 50ാമത്തെ സെഷൻ അടുത്ത മാസം, അതായത് ആചാര്യസ്വാമികളുടെ ജയന്തി ദിവസം തന്നെ ഇപ്രാവശ്യം നമ്മൾ കാലടിയിൽ നിന്ന് മാറി വീണ്ടും നമ്മുടെ പഴയ പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടത്തുകയാണ്. അവിടെ വെച്ചായിരിക്കും നമ്മുടെ 50ാമത്തെ സെഷൻ നടക്കുക എന്നുള്ള സന്തോഷ വാർത്തയോടുകൂടി ഇന്നത്തെ 49ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗുരുനാഥനായ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനും അതുകൂടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യഃ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. 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 വളരെ സന്തോഷം ജയേട്ട. രണ്ടു വാക്ക് ജയേട്ടനോട് തന്നെയാണ്. കഴിഞ്ഞ 48 സെഷനുകളിലായി നമ്മുടെ ഈ അദ്വൈത ലഹരി എന്താ പറയുക 4 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ് വിശ്വനാഥ സാറിനെ പോലുള്ള മഹത്തുക്കളെ നമ്മുടെ ആ വേദിയിൽ അലങ്കരിക്കുവാൻ എത്തിയെന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് അടുത്ത മാസം നമ്മൾ 50ാമത്തെ സെഷൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടു വാക്ക് ഈ ഒരു 48 സെഷനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട്. 2 കുട്ടികളാണെങ്കിൽ കൂടി കുഴപ്പമില്ല, ഇത് മുന്നോട്ട് പോകണം. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വിശ്വാസ് സാർ, ഈ 48 സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് അങ്ങയുടെ അഭിപ്രായത്തിലേക്ക് ജയശങ്കര. 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 സനാതനധർമ്മത്തിൻ്റെ അടിത്തറയായിരിക്കുന്ന വേദങ്ങളെയും, വേദം എന്ന് പറഞ്ഞാൽ മതി, വേദങ്ങളെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ, പകുത്തതാണല്ലോ. എന്നാലും 4 വേദങ്ങളായിട്ടാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. ആ വേദങ്ങളെയും അതുപോലെ തന്നെ പുരാണങ്ങളെയും സ്മൃതിയെയും ധർമ്മശാസ്ത്രങ്ങളെയും വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് പറഞ്ഞു തന്ന് അടിച്ചുറപ്പിച്ച വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രയോജനകരമാണ്. നമ്മളാൽ അത് ലോകത്തിന് പ്രയോജനകരമായി മാറണം എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് നമ്മളത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ 49ാമത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ അർത്ഥവത്തായിരുന്നു. നമുക്ക് വേണ്ടി ഇത്രയധികം സമയം ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, അതിനെ തീർച്ചയായിട്ടും നമ്മൾ നമസ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം, ആചാര്യൻ എങ്ങനെയാവണം അല്ലെങ്കിൽ ഗുരു എങ്ങനെയാവണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നു. അത്രയേ ഉള്ളൂ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ, അങ്ങയുടെ ഏഴ് വാക്കുകൾക്ക്. തീർച്ചയായും 2 മിനിറ്റ് സമയം വിശ്വാസ് സാർ അനുവദിക്കണം. കാരണം ഇന്നിവിടെ പങ്കെടുക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയാം,
ഓരോരുത്തരായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത പരിപാടിയിലെ ഇതിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി ഉഷേട്ടത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു, 2 വാക്ക് സംസാരിക്കുന്നതിന്. ഉഷ അപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് വരുന്നു. ഞാൻ നാരായണനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെയാണോ? ഉവ്വ. നമസ്കാരം. ഞാൻ പിന്നെ വിശ്വനാഥ് നമ്പൂരി സാറിന്റെ മൾട്ടിപ്പിൾ സെഷനിൽ എപ്പോഴും പങ്കെടുക്കുന്നതാണ്. ഞങ്ങളുടെയൊക്കെ ഒരു മൂവാറ്റുപുഴ ഇതില് 188ാമത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു 50 ക്ലാസ് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അദ്ദേഹം നമ്മളെപ്പോഴും ആചാര്യൻ എന്നല്ല, ഏറ്റവും ഉത്തമനായിട്ടുള്ള ഇത്രയും നല്ല ഒരാളെ നമുക്ക് ഇനി ജീവിതത്തിൽ കിട്ടില്ല, ഇനി കിട്ടാനും പോണില്ല. അത്രയും നല്ല ക്ലാസ്സാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും. ഇത്രയും ദൂരത്ത്, ഞങ്ങളൊക്കെ എത്ര ദൂരത്താണ് ഓൺലൈനിൽ പങ്കെടുക്കുന്നത്. വളരെ സൗമ്യമായിട്ട് എപ്പോൾ വിളിച്ചാലും എന്ത് സംശയം ചോദിച്ചാലും പറയും. ഈ ആദിശങ്കരുടെ കാര്യത്തിൽ തന്നെ ഞാൻ പല സമയത്ത് എനിക്ക് കാണാൻ പറ്റാറില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ ഒക്കെ കാണാറുണ്ട്. വളരെ ഉപകാരപ്രദമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. കുറെ പുസ്തകങ്ങൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഭാഗവതത്തിന്റെ അടക്കം ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മഹത് യോഗീശ്വരൻ ആണ് അദ്ദേഹം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നമ്മളൊക്കെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടാനും ഇങ്ങനെ കുറെ അറിവുകൾ നമുക്ക് നേടാനും സാധിച്ചത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ, ആദിശങ്കരുടെ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് വളരെയധികം സമയം എടുത്തുകൊണ്ട്, വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ട്, കാറ്റും മഴയും വെയിലും ഒന്നും ബാധകമല്ലാത്ത രീതിയിൽ എപ്പോഴും നമ്മോടൊപ്പം ഓൺലൈനിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഫോണിലും അത് വളരെ നല്ലൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹമായിട്ട് 4-5 കൊല്ലമായിട്ട് അദ്ദേഹമായിട്ടുള്ള അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഗ്രൂപ്പ് വഴിയാണെങ്കിലും ഞാൻ മെമ്പർ ആയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെന്ന് പറയണ്ടത്. ശരിക്കും നമ്മൾ തന്നെയാണ്. എങ്കിലും വളരെ നല്ലൊരു ജീവിതത്തിൽ ഏറ്റവും സുഹൃതം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയശങ്കര. വളരെ സന്തോഷം നാരായണേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. ശ്രീ വാമനൻ നമ്പൂതിരി. വാമനേട്ടൻ. ഒരു ജയശങ്കര. അന്ത ഭാഗ്യം ജനാനാം. പൂർവ്വജന്മാർജിതമായിരിക്കുന്ന പുണ്യം കൊണ്ട് നമുക്ക് ആദിശങ്കര കുടുംബത്തിൽ എത്തിച്ചേരുകയും നമ്മുടെ കാരണവരായിട്ട് വന്ന് നമുക്ക് എപ്പോഴും മാർഗം നിൽക്കുക. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിൽ നമുക്ക് പകരാൻ. നേരത്തെ ജയകൃഷ്ണജി പറഞ്ഞ പോലെ നമ്മൾ പകർന്ന അറിവുകൾ കുറെയെങ്കിലുമൊക്കെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അതായിരിക്കണം നമ്മുടെ അദ്ദേഹത്തിന്റെ ഈ പുണ്യവാണികൾക്ക് ഉണ്ടാകുന്ന നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെ ആയിരിക്കണം. അതിന് പലരും ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പലരും അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം. അത് വീണ്ടും പറയാനതേ ഉള്ളൂ, നമ്മുടെ നാരായണജി പറഞ്ഞ പോലെ സന്ത ഭാഗ്യം ജനാനാം. ഗുരുവേ നമസ്തേ. വളരെ സന്തോഷം വാമനേട്ട. ശ്രീമതി സരസ്വതി അന്തർജനം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. എനിക്കധികം സംസാരിക്കാൻ വയ്യെങ്കിലും അദ്ദേഹത്തിനെ കാണുന്നത് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രാവശ്യം പോലും എനിക്ക് ഇന്ന് സമയമില്ല എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ ആ നാവിൽ നിന്ന് വരുന്നില്ല. ഇത്രയും ഉത്സാഹമായിട്ട് നമുക്ക് ആ ക്ലാസ് എടുക്കാനും നമുക്കതിൽ പങ്കുചേരാനും എല്ലാ ക്ലാസ്സിനും എനിക്കും പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കേട്ട ക്ലാസ്സുകളൊക്കെ നമുക്ക് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും സമയം പോവുകയാണല്ലോ എന്നുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഈ അവാർഡും ലഭിച്ചു എന്നറിഞ്ഞതിൽ വളരെ അഭിനന്ദനം ഞാൻ അറിയിച്ചു കൊള്ളുന്നു എൻ്റെ വക പ്രത്യേകം. അദ്ദേഹത്തിനെ എന്നും ഇങ്ങനെ നമ്മളുടെ ഈ സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം നമുക്കും അദ്ദേഹത്തിനും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഉഷോപ്പോൾ. ഹരി ഓം. നമസ്തേ ജയശങ്കര. ചേട്ടൻ ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് തന്നെ പറയാം. കാരണം എത്രയോ നാൾ മുമ്പ് മുതലേ ഇതിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഞാൻ കാണുന്ന കാലം മുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ ചെറുപ്പം മുതൽ വേണിച്ചേട്ടനെ കാണുന്നു. വേണിച്ചേട്ടൻ്റെ അറിവിനെക്കുറിച്ച് അന്നൊന്നും ഒരു ഗ്രാഹ്യം എനിക്കില്ലായിരുന്നു. പക്ഷേ വളർന്നു വന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ചേട്ടൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്.
ഏത് അരമണിക്കൂർ ഉള്ള ഒരു പ്രഭാഷണം കേട്ടാൽ പോലും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ര സരളമായിട്ടും സരസമായിട്ടും ഏതൊരു വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും സാമാന്യ ജ്ഞാനം ഉള്ളവർക്ക് പോലും ഇതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സരളമായിട്ട് പറഞ്ഞ് നമുക്ക് തരുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കം വ്യക്തികളാണ്. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ പറയുമല്ലോ, കായ്ഫലമുള്ള മരങ്ങൾ കുനിയും എന്ന് പറഞ്ഞ പോലെ എത്രയും ഡൗൺ ടു എർത്ത് എന്ന് പറയാം, അത്രയ്ക്കും വിനയാന്വിതനായ ചേട്ടനെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഏത് സംശയം ഏത് സമയത്തും ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് ഗുരുവിനോട് സംശയം ചോദിക്കാൻ സമയവും കാലവും ഒക്കെ നോക്കണമെന്ന്. പക്ഷെ എനിക്കൊരു സംശയം വന്നാൽ അപ്പോഴേ ഫോൺ എടുത്ത് ഞാൻ ചേട്ടനെ വിളിക്കുക എന്നുള്ളതാണ്. വിളിച്ചാൽ കൃത്യമായിട്ട് അപ്പം തന്നെ അതിന് മറുപടിയും കിട്ടും. സമയകാലങ്ങളൊന്നും നോക്കാതെ തന്നെ നമ്മൾ സംശയം ചോദിച്ചാൽ അപ്പം തന്നെ മറുപടി പറയും. അതുപോലെ തന്നെ ചേട്ടൻ്റെ സനാതന സുധ ഇപ്പം ഞാൻ 2 or 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു, ആദ്യം മുതൽ അവസാനം വരെ. അന്ന് അങ്ങനെ ഓൺലൈൻ ഒരു ക്ലാസ് നടത്തിയത് കൊണ്ടും അങ്ങനെ ആ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ബുക്കാക്കിയത് കൊണ്ടും ഇന്ന് ഭാരതത്തിലുടനീളം ഉള്ള സനാതനധർമ്മ വിശ്വാസികളായ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു റെഫറൻസ് ബുക്കായി അത് മാറി. എക്കാലത്തും അതങ്ങനെ തന്നെ ആയിരിക്കും. ഏറ്റവും സരളമായ ഏറ്റവും ഗഹനമായ ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ വളരെ സരളമായി, അത് വേദത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മളെ പോലെ സാമാന്യ ജനങ്ങൾക്കത് മനസ്സിലാവുകയില്ല. അത് ചേട്ടൻ അതൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് അത് അങ്ങനെ ഒന്ന് തയ്യാറാക്കണമെങ്കിൽ എത്ര കാലത്തെ ബദ്ധപ്പാടാണെന്നുള്ളത് ശരിക്കും നമുക്കത് വായിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പൂജാതി കർമ്മങ്ങൾ അങ്ങനെ ഏത് മേഖലയിലാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഭാഗവതത്തിലെ പാണ്ഡവരെ എങ്ങനെയാണ്, ഏത് തരത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സഹായിക്കാതിരുന്നത് കൃഷ്ണൻ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോലെ സനാതനധർമ്മത്തെ മനസ്സിലാക്കേണ്ടവർക്ക് ഏത് തരത്തിലും മനസ്സിലാവുന്ന തരത്തിൽ പുസ്തകങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും ഒക്കെ ചെയ്യുന്ന ചേട്ടന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അറിയാമെങ്കിലും എൻ്റെ എളിയ പ്രാർത്ഥന ചേട്ടന് ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. വളരെ സന്തോഷം ചേട്ടത്തെ. ശ്രീ ഉണ്ണികൃഷ്ണ സർ. ഉണ്ണികൃഷ്ണ സർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ജയശങ്കര. 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 വിശ്വനമ്പൂതിരി സാറിന്റെ ക്ലാസ് എനിക്കധികം ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വന്ന് നമ്മളെന്താ പറയുന്നത്, ഒരു അഡിക്ഷൻ എന്ന് പറയില്ലേ, ഏതാണ്ട് ആദ്യമാതിരിയായി. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയാണ്, അദ്ദേഹം രാമായണത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോ അതിൽ ഒരു സെഷൻ എനിക്ക് എന്തോ അത്യാവശ്യ കാരണം കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് 46ാമത്തെ സെഷനാണ്. ആ ക്ലാസിന്റെ മാത്രം എനിക്ക് ഓഡിയോയും കിട്ടിയിരുന്നില്ല. അത് കിട്ടാത്തതിന്റെ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ സാരമില്ല, ഞാൻ ആ ബുക്ക് വാങ്ങിയിട്ട് നോക്കാമെന്ന് ഇരിക്കുക. ബുക്ക് ഞാൻ വാങ്ങിച്ചിരുന്നില്ല, വാങ്ങിച്ചോളാം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും എന്താ, സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഃഖം ഗീതാമൃതം മഹത് എന്നുള്ള ആ ഒരു പിന്നെ ഒരു ശ്ലോകമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അതായത് എങ്ങനെ ഉപനിഷത്തുകളിൽ നിന്ന് പാല് കറന്നെടുത്ത് തരുന്നോ അതുപോലെ ഏതാണ്ട് അതേ കർമ്മമാണ് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതലും മനസ്സിലായില്ലെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നും അത് പഠിക്കണമെന്നും അത് നോക്കണമെന്നും ഉള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ക്ലാസ്
കഴിയുമെങ്കിൽ എന്ത് വന്നാലും ഇപ്പോ ഈ ക്ലാസ് മുടങ്ങരുത് എന്ന് മാത്രമാണ് ആഗ്രഹം. എത്ര നാൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷെ ഈ ക്ലാസ് മുടങ്ങരുത്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തരുന്ന ഈ അമൂല്യ രത്നം ഞങ്ങൾ വളരെ ഭക്തിയോടുകൂടി സൂക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഇതിന് നോട്ട് എഴുതി വെക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഉള്ളവരോടൊക്കെ ഇത് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാറുണ്ട്. ഇതിന് നന്ദി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണ സർ. ഞാൻ ജയേട്ടന്റെ അമ്മയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. സമയത്തിന്റെ പരിധിയുണ്ട്, എന്നാൽ തന്നെ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. എങ്കിലും സാറിന്റെ ക്ലാസ് ഞാനെല്ലാം ഇതുവരെ അങ്ങനെ മുടങ്ങിയിട്ടില്ല, ഒന്നും മുടങ്ങിയിട്ടില്ല. വളരെ നല്ല ക്ലാസ്സുകളാണ്. അത് പലതും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്നെ പോലുള്ളവർക്ക് പ്രയോജനമുണ്ടോ വെച്ചാൽ ഈ വയസ്സുകാലത്ത് എങ്കിലും വളരെ നല്ല ക്ലാസ്സുകളാണ്. അത് കേൾക്കുന്നത് മനസ്സിനൊരു സുഖമുണ്ട്, ആ ആനന്ദം അത് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ആ ശ്രേഷ്ഠ ആചാര്യ പുരസ്കാരം തന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ആ, അത് തന്നെ ഏറ്റവും അർഹനായ വ്യക്തിക്കാന്ന് പറയാതിരിക്കാൻ വയ്യ. അത്ര അർഹത അദ്ദേഹത്തിനുണ്ട്. എന്നും അദ്ദേഹത്തിന് ഇതുപോലെ പ്രശോഭിക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. വളരെ സന്തോഷം അമ്മ. ഞാൻ സജിനാജിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. സജിനാജി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ഇപ്പോഴല്ലേ കയറിയത്. എന്തിനെ പറ്റി സാറിന്? ഇന്ന് നമ്മുടെ അദ്വൈത ലഹരിയുടെ 49ാമത്തെ സെഷനാണ്. അപ്പൊ അടുത്ത 50ാമത്തെ സെഷൻ അടുത്ത മാസം നമ്മുടെ ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജ്ഞാനാമതിഷ്ഠ സ്വാമിനിയുടെ ആശ്രമത്തിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇതുവരെ നമ്മളെ ഈ 48 സെഷനുകളോളം, അതായത് 4 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. സാറിനോടുള്ള അതിന്റെ ഒരു എന്താ പറയാ, ഒരു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇതുവരെയുള്ള ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. സാറിന്റെ ക്ലാസ്സുകൾ കയറാൻ പറ്റുന്ന തന്നെ ഒരു മഹാഭാഗ്യാണ്. ഞാൻ പറ്റുമ്പോ ഒക്കെ കയറാറുണ്ട്. സാർ ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മാസവും ഒരു മാസവും കൂടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാ മാസവും സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അദ്വൈത ലഹരി ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. താങ്ക് യു വെരി മച്ച് സാർ. വളരെ സന്തോഷം സജിനാജി. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇല്ല. അപ്പൊ വളരെ സ്നേഹാദരവോടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ ഈ സെഷനിലേക്ക് വിശ്വാസം നമ്പൂതിരി സാറിനെ. സതി ചേച്ചിയാണോ? പറഞ്ഞോളൂ. ഹരി ഓം. ജയശങ്കര. ശ്രേഷ്ഠാചാര്യ പുരസ്കൃതനായ വിശ്വാസം നമ്പൂതിരി സാറിന് പ്രണാമം. ഞാനും ആ ഭാഗവത ഗ്രൂപ്പിലുള്ള ആളാണ്. അങ്ങനെ ഭാഗവതം പഠിക്കുകയാണ്. അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ട കൈകളിൽ അംഗീകാരം പുരസ്കാരം കൊടുക്കാൻ സാധിച്ചത് തന്നെയാണ്. വളരെ സന്തോഷം. നമസ്കാരം, പ്രണാമം. വേറെ ക്ലാസ്സിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിയുന്നതും ക്ലാസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്ന ഒരാളാണ്. കേൾക്കാൻ പറ്റുന്നത് എന്തോ പൂർവജന്മ ഭാഗ്യമെന്ന് കരുതി കേൾക്കുന്നതാണ്. ഇനിയും കേൾക്കാൻ ആണ് ഞാൻ. കാരണം കേരളത്തിലല്ല, അതുകൊണ്ട് എനിക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൺലൈനിൽ കൂടെ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നതെല്ലാം. മറ്റ് ഫംഗ്ഷനുകളിലൊന്നും എനിക്ക് അവരുടേതാണെങ്കിലും പോകാറില്ല. ഞാൻ വൈഷ്ണവൻ ഗ്രൂപ്പിന്റെ ആണെങ്കിലും അമ്പലപ്പുഴ വെച്ചുണ്ടായിരുന്നു. ഞാൻ അതിന് പൈസയൊക്കെ ചെറിയ തോതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കൂടെയാണ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. വളരെ സന്തോഷം സതി ചേച്ചി. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വിശ്വാസാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ജയശങ്കർ. തേജസ്വിനാമധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി
മാധവീയരായ പഠിതാക്കൾക്കും മിതമായിരുന്നു. 4 വർഷം ആയി ഈ ക്ലാസ് പൂർത്തീകരിച്ചതെന്ന് വാസ്തവത ഇപ്പോഴാണ് ശരിക്കും ഞാൻ അറിയുന്നത്. ഇത് ജീവിതചര്യയാണ്. ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തു പോവാ, ഏത് ക്ലാസ് എപ്പോൾ തുടങ്ങി എപ്പോൾ തീർന്നു എന്ന് ശ്രദ്ധിക്കാറില്ല. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അത് എന്നെ സംബന്ധിച്ച് അതൊരു അനുഭവമാണ്. ഓരോ ക്ലാസ്സുകൾ നിങ്ങളെപ്പോലെ കുറെ പേര് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ അറിയാവുന്ന ആരോട് പറയും? ആരോടും പറയാൻ പറ്റില്ല. നിങ്ങൾ തയ്യാറായി എന്നുള്ളത് വാസ്തവത എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം ആഹ്ലാദകരമാണ്. പിന്നെ ഇതെന്റെ ദൗത്യമാണ്. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം. പഠിച്ചത് മറ്റൊരാളുകളിലേക്ക് പകർത്തിയതിന് ശേഷം കടം വീട്ടി വേണം ഇതിന് പോവാൻ. ഒരു കടം വീട്ടിലാണ് വാസ്തവത്തിൽ. അപ്പം കറണ്ട്, ഒഴുകുന്ന കറണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു പ്ലഗ് വെച്ച് കുത്തിയെടുക്കണം. ആ പ്ലഗിൽ കൂടി കുത്തി അത് ഫാനാക്കിയോ ലൈറ്റാക്കിയോ ഹീറ്റാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് ഓരോ പ്ലഗ് എന്ന് മാത്രമേ അതിന്റെ ചൈതന്യ ശക്തി ആ അകത്തൂർ പറയുന്ന കറണ്ടിനാണല്ലോ. ആ ഒരു കൃത്യം മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങളുടെ എത്രയും പേരുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പ്രവേശിക്കാം. ഭഗവത്ഗീത വിദുരോപദേശമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അല്ല, മഹാഭാരതം ത്തിലെ വിദുരോപദേശമാണ് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത് തീർത്തത്. വിദുരോപദേശത്തിന്റെ ഒരു സാമാന്യമായ ഭാഗം മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ചെറിയ ക്ലാസ്സുകളൊക്കെ നമുക്ക് പറ്റുള്ളൂ. എങ്കിലും അതൊരു ലോകനീതികളാണ്. ആധ്യാത്മികത മാത്രമല്ല, ലൗകിക ജീവിതത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളാണ് വിദുര മഹാശയൻ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രക്ക് ഉദ്യോഗപർവം എന്ന ആ പർവ്വത്തിൽ ഉപദേശിച്ചു കൊടുത്തത്. ആ പർവ്വത്തിൽ ഒത്തിരി കഥകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇനിയുള്ളത് ഫനൽ സുജാതീയം എന്നൊരു ഉപദേശമുണ്ട്. മഹാഭാരതം ശരിക്കും പഠിച്ചവർക്ക് ഇതറിയാം, അല്ലാത്തവർക്ക് ഇത് കേട്ടുപോലും കാണില്ല. വിദുരോപദേശം കേട്ട് പരിചയമുണ്ട്, ഫനൽ സുജാതീയം കേട്ടധികം പരിചയമില്ല. എഴുത്തച്ഛൻ അത് ശരിക്കും തർജ്ജമ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം അധികം പരിചയം വരാത്ത സ്വപക്ഷയാണ് ഉള്ളത്. അത് ഇന്ന് സൂചിപ്പിക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ്. വിദുരന്റെ ഉപദേശങ്ങളുടെ ഓരോ വാക്കുകൾ കൊണ്ടും വിദുരൻ എന്തുപദേശിച്ചോ ആ ഫലം ധൃതരാഷ്ട്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വിദുരർക്ക് മനസ്സിലായി. ഒരു മാറ്റവുമില്ല. കുടത്തിന്റെ പുറത്ത് വെള്ളം ഒഴിച്ച പോലെ ഇത് കേട്ടതല്ലാതെ ഒരു ഫലവും വിദുരർക്ക് ഉണ്ടായിട്ടില്ല. അല്ല ധൃതരാഷ്ട്രം, അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റമില്ല. ഉപദേശങ്ങളെ കൊണ്ട് ചിന്താഗതിയിൽ മാറ്റമാണ് ഉണ്ടാവേണ്ടത്, അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് വിദുരൻ വിചാരിച്ചു, ഞാൻ അനുജനായതുകൊണ്ട് ഞാൻ പറയുന്നത് അത്രയൊക്കെ കേൾക്കുമോ ഉണ്ടായിരിക്കാം. അന്യനായ ഒരു ഉത്തമ ഗുരുവിനെ കണ്ടെത്തി ഗുരുവിനെ കൊണ്ട് ഉപദേശിപ്പിച്ചാലോ. അതിപ്പോ ആരാ അത്ര വലിയ ഗുരു? ബ്രഹ്മാവിന്റെ ആദ്യത്തെ മാനസപുത്രന്മാരായ 4 പേരുണ്ട്. ഒരാളുടെ പേര് ഫനൽകുമാരൻ, ഫനകാദികൾ എന്നാണ്. അവരിലെ ഒരാളുടെ പേര് ഫനൽകുമാരൻ എന്ന്. അദ്ദേഹത്തിന് ഫനൽ സുജാതൻ എന്നൊരു പേരും കൂടിയുണ്ട്. അത് മഹാഭാരതത്തിൽ മാത്രമേ ആ പേര് പറയുന്നത്, ഫനൽ സുജാതൻ. അദ്ദേഹം വിചാരിച്ചു, ഏറ്റവും ഉത്കൃഷ്ടമായ ബ്രഹ്മാവിന്റെ ആദ്യ പുത്രനിൽ ഒരാളാണ്. ആധ്യാത്മിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇതിൽ കവിഞ്ഞൊരു ഗുരു വേറെയില്ല. അതുകൊണ്ട് ആ ഫനൽ സുജാതനെ മനസ്സിൽ ധ്യാനിച്ചു. അദ്ദേഹം എത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ജ്യേഷ്ഠനെ ഉപദേശിക്കാൻ എന്റെ വാക്കുകൾ ഫലപ്രദമായില്ല. അതുകൊണ്ട് അങ്ങ് ബ്രഹ്മസ്വരൂപനായ അങ്ങ്, ബ്രഹ്മനിഷ്ഠയിൽ ജീവിക്കുന്നവനായ അങ്ങ് വിദുരന്റെ ഉപദേശം മാനിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര ഉപദേശം കൊടുക്കാൻ ആരംഭിക്കുന്നു. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ 5 അധ്യായങ്ങളായി 200ഓളം ശ്ലോകങ്ങളാണ് ഫനൽ സുജാതി. ഓരോ ശ്ലോകത്തിനും ഗഹനവും ഗംഭീരവുമായ അർത്ഥതലങ്ങളാണ്. അതിനെ ഒരു ടെക്സ്റ്റ് പഠിക്കുന്നവർ പഠിക്കാനുള്ളതാണ്.
പക്ഷെ ഇതെന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ് ശ്രമിക്കുന്നുള്ളൂ. തതോ രാജാ ധൃതരാഷ്ട്രാ മനീഷി സംഭൂജ്യവാക്യം വിദുരേതിദം തത് ഫനത്സുജാതം രഹിതേ മഹാത്മാ പപ്രച്ഛ ബുദ്ധിം പരമം ബഭൂവൻ. മനീഷിയായ വിദുരരുടെ ആദരണീയമായ വാക്കുകൾ കേട്ടിട്ട് ഇതൊന്നും പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ അഫ്സർക്കുണ്ടായി. കേട്ടു ഇതൊക്കെ, പക്ഷെ അതൊന്നും അങ്ങോട്ട് വേണ്ടവണ്ണം ദഹിപ്പിക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായില്ല. അതുകൊണ്ട് ആ ഉപദേശങ്ങളിലെ മഹത്വത്തെക്കുറിച്ച് സനൽകുമാര മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഫനൽസുജാതൻ. ധൃതരാഷ്ട്രങ്ങൾ ചോദ്യം, അതിന് ഫനൽസുജാതൻ പറയുന്ന മറുപടി. ഇങ്ങനെയാണ് ഈ ഫനൽസുജാതീയത്തിന്റെ ഘടന. അതിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ധൃതരാഷ്ട്ര ചോദിക്കുന്നത്, മൃത്യു എല്ലാവർക്കും, മരണം ദേവന്മാർക്ക് പോലും ഉണ്ടല്ലോ. അമരന്മാരെന്ന് പറയുന്ന ഒരു കൽപ്പാന്ത കാലം മാത്രമേ ഉള്ളൂ. കഴിയുമ്പോൾ അവരും ഇവരും വിട്ടു പോകേണ്ടവരാണ്. ഇതറിയാമെങ്കിൽ പോലും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ യത്നം അതിനെ അതിജീവിക്കാൻ. എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ മരണം, അത്രയും പോകട്ടെ. മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല, തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത മനുഷ്യരിലുണ്ടായി? ന്യായമായൊരു ചോദ്യം. എല്ലാ ജീവജാലങ്ങളിലും കടന്നു പോകേണ്ട വഴിയാണിത്. പക്ഷെ അതിലേക്ക് പോവാൻ ആർക്കും വലിയ താല്പര്യമില്ല. അതിലേക്ക് പോവാതിരിക്കാനുള്ള യത്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇതറിയാമായിട്ട് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ഇപ്പോഴത്തെ അവസ്ഥയെ ധൃതരാഷ്ട്രത്തെ സംബന്ധിച്ച് മഹത്തായ ചോദ്യമാണ്. ധൃതരാഷ്ട്രക്ക് മാത്രമല്ല, കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും ഒക്കെ ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന വലിയ കെടുതി ഈ ഒരു നാശമാണ്. ഈ നാശം എവർക്കും ഉണ്ടാകാം. പക്ഷേ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം, ഞാൻ മരിക്കരുത് മരിക്കരുത് എന്ന് വിചാരിക്കുന്നവരാണ് എല്ലാവരും. എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്ത എന്നൊരു ചോദ്യം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. അതിനെ മറുപടിയായിട്ട് ഫനൽസുജാതൻ പറയുന്നത്, വാസ്തവത്തിൽ മരണം എന്നൊന്നില്ല. അറിവില്ലായ്മ കൊണ്ടാണ് അതിന് മരണം എന്ന വാക്കിൽ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കും. മരണം എന്നുള്ളത് ഒരു അവസ്ഥാ വിപരിണാമമാണ്. ചേഞ്ച് ഓഫ് ലൈഫ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ബാല്യം കഴിഞ്ഞിട്ട് യൗവനം വരുന്നു, യൗവനം കഴിഞ്ഞിട്ട് വാർദ്ധക്യം വരുന്നു, വാർദ്ധക്യം കഴിഞ്ഞ് മരിക്കും. ഇതൊക്കെ മാറ്റങ്ങളാണ്. നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് മരിച്ചു, ആരും കരയാറില്ല. യൗവനം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടില്ല, ആരും കരയാറില്ല, കരഞ്ഞിട്ട കാര്യമില്ല. പക്ഷേ ചില പ്രതിവിധികൾ കണ്ടുപിടിച്ച് കുറച്ചു നാളൊക്കെ നിലനിർത്താം, അത്ര പറ്റും. അതുപോലെ വാർദ്ധക്യം വിട്ടുപോകുന്നതിന്റെ പേരാണ് മരണം. അറിവില്ല. ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ദുഃഖവും സങ്കടവും ഉണ്ടാകും. മൃത്യുവിനെ ജയിച്ച് അമൃതസ്വരൂപനാകലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാനെന്ന അഭിമാനത്തിന് ആസ്പദമായിരിക്കുന്ന ശരീരം, ശരീരത്തെയാണ് പലപ്പോഴും ഞാൻ 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 എന്ന് പറയുന്നത്. ഞാൻ വളരുന്നു, ഞാൻ ക്ഷീണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ശരീരത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പം അവിടെ വാസ്തവത്തിൽ മരണം എന്നൊന്നില്ല. ഞാൻ അമൃതസ്വരൂപനാണ്, ഞാൻ ആത്മസ്വരൂപനാണ്, ഞാൻ ആ അറിവ് നേടേണ്ടവനാണ് എന്ന് വിചാരിച്ചാൽ മൃത്യു അനുഭവിക്കില്ല. മരണമുണ്ടാകുന്നത് ശരീരത്തിനാണ്, എനിക്കല്ല, ഞാൻ വേറെയാണ്. എനിക്ക് മരണം ഇല്ല. ഭൗതിക വിഷയങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഒരാൾക്ക് മൃത്യുവിലേക്ക് പോകുക തന്നെ ചെയ്യും, മാറ്റം ഉണ്ടാവില്ല. ഏത് ജനിച്ചാൽ മരണം ഉറപ്പാണ്. ജാതഫിഹ് ധ്രുവോ മൃത്യുഹോ, അത് ഉറപ്പാണ്. അതുകൊണ്ട് മൃത്യു എന്ന വിഷയത്തെക്കുറിച്ച്
ഉള്ള ഉപദേശങ്ങൾ ഗഹനമാണ്. അത് പെട്ടെന്നൊരു വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗഹനതയും വിഷയത്തിന്റെ ഗഹനത കൊണ്ട് തന്നെ ആവാം. വേദാന്തത്തിന്റെ കാതലായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഗഹനമായ ഒരു കാര്യത്തെ സിമ്പിളായ ഒരു ഉദാഹരണത്തോട് നമ്മെ ബോധ്യപ്പെടുത്തുക. കാരണം ശരീരവും ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഒന്നും ഞാനല്ല. അങ്ങനെയാണെങ്കിൽ മാറ്റമുണ്ടാകുന്നത് ശരീരത്തിനാണ്. കുട്ടിക്കാലത്തേക്കാൾ എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പുഷ്ടി പ്രാപിച്ചു, വളർന്ന് അത് തുടുത്തു വന്നു. അവയവങ്ങൾ അതിൻ്റെ സമ്പൂർണ്ണ ഫലത്തിലെത്തി. അത് കുറേശ്ശെ ക്ഷയിച്ച് ഇല്ലാതാകുന്നു. ഒപ്പം എൻ്റെ ശരീരം ഇല്ലാതാകും. പക്ഷെ ഞാൻ ഇല്ലാണ്ടാവില്ല. ശരീരം വിട്ടുപോയാലും ഞാൻ ഈ പ്രപഞ്ചത്തിലെ പരമാത്മ സ്വരൂപമായി ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ഒരു അവബോധം ഉള്ളിൽ ഉറച്ചാൽ ഈ ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മൃത്യുവിനെ ജയിക്കാൻ പറ്റില്ല. മൃത്യുവിനെ ജയിക്കാൻ മരണമില്ലാതിരിക്കാൻ പറ്റില്ല. മൃത്യു ഭയത്തെ മാറ്റിയിട്ട് അമൃതസ്വരൂപനാണ് ഞാനെന്ന് ചിന്തിച്ചാൽ ഈ ഭയം മാറ്റിയെടുക്കാം എന്ന് നീണ്ട ശ്ലോകങ്ങളുള്ള ഉപദേശം ഞാൻ ചുരുക്കി ഒരു വാക്യത്തിൽ പറഞ്ഞു. സദാഷ്ട അടുത്ത ചോദ്യം, യജ്ഞകർമ്മങ്ങൾ കൊണ്ടാണ് പുണ്യലോകം ലഭിക്കുന്നത്. അങ്ങനെ പുണ്യലോകമായി സ്വർഗത്തിലെത്തിയാൽ അവിടെ നിന്നും മുകളിലേക്ക് ഒരു ക്രമമുക്തി എന്ന്, ഈ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ജീവൻ അല്ലെങ്കിൽ പ്രാണൻ, ആത്മസ്വരൂപമായ പ്രാണൻ മുകളിലേക്ക് സഞ്ചരിച്ച് പിതൃലോകത്തിലെത്തി, അവിടുന്ന് സ്വർലോകത്തിലെത്തി, അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലോകത്തിലെത്തി. അങ്ങനെ ഓരോ ലോകങ്ങൾ കടന്ന് ക്രമമായി ഒരു മുക്തിയിലേക്ക്. അതിൻ്റെ പേര് ക്രമമുക്തി എന്ന്. അതിൻ്റെ അടുക്കൾ, അതാണ് ക്രമം. അത് നിശ്ചയമാണ്. ഒരുപക്ഷെ ഈ ക്രമത്തിൽ കുറെ കാലം എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയുമൊക്കെ ഈ അനുഭവത്തിന്റെ തലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതാണ് ഈ കർമ്മമെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ കർമ്മത്തെ ഉപേക്ഷിച്ച് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാത്തതുകൊണ്ട്? ഇതറിയാമെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന സകാമകർമ്മം. നല്ല സമഗ്രമായ ചോദ്യങ്ങളാണ്. അതിനും വ്യക്തമായ ഉത്തരം സനൽ ഫിജാസ് നൽകുന്നുണ്ട്. കർമ്മത്തിന് രണ്ട് ഫലമുണ്ട്. ഒന്ന്, ഭൗതികമായ ലോക ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുക. രണ്ട്, അത് തീരുമ്പോൾ ഉദ്ദിഷ്ടമായ ലക്ഷ്യം എന്ന മോക്ഷത്തിലേക്ക് എത്തുക. ഈ രണ്ട് ഫലങ്ങൾ ഈ ഏത് കർമ്മങ്ങൾക്കും ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ കർമ്മം കൊണ്ട് നേടാവുന്ന ഈ രണ്ട് വിധ ഫലങ്ങളും ഒരേ സമയം അനുഭവിക്കാൻ പറ്റില്ല. ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റിലേക്ക് പോകാം. ഭൗതികമായ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം എന്താണ് ലക്ഷ്യം? അതിന് പ്രവൃത്തി നിവൃത്തി എന്ന രണ്ട് മാർഗങ്ങൾ വേദാന്തം പറയും. പ്രവൃത്തിയിൽ കൂടിയാണ് നിവൃത്തിയിലേക്ക് എത്താൻ പറ്റുക. രണ്ടും കൂടെ ഒന്നിച്ചു പറ്റില്ല. അതുകൊണ്ട് കർമ്മത്തിൽ ആസക്തി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ജ്ഞാനത്തിൽ ആസക്തിയാണ്. ഫലത്തിൽ ആകാംക്ഷയില്ലാത്ത കർമ്മമാണ് മുക്തിമാർഗമെങ്കിൽ ആകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യാൻ ജ്ഞാനം വേണം, അറിവ് വേണം. അതുകൊണ്ട് മുക്തിക്ക് കാരണമായേക്കാവുന്ന കർമ്മം അതിൻ്റെ പ്രാഥമിക തലത്തെ ഘടകം മാത്രമാണ്. ആ തലത്തിൽ നിന്ന് മുകളിലേക്ക് കയറണം എന്നും അവിടെ നിൽക്കരുത്. അങ്ങനെ പോയാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. മുകളിലേക്കുള്ള പടവുകൾ, അതാണ് ക്രമമുക്തി. പടവുകൾ ഓരോന്നും ചവിട്ടി കയറി മുകളിൽ ചെന്നാൽ കർമ്മം എന്ന പടവുകളെ നിഷ്പ്രയാസമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റും. വൃക്ഷത്തിൽ കയറാൻ ഏണി ഉപയോഗിക്കും. ഏണി ഉപയോഗിക്കുന്നത് മുകളിലേക്ക് കയറാനാണ്.
തിരിച്ചു ഇറങ്ങി പോരണമെങ്കിൽ ഏണി അവിടെ തന്നെ വെച്ചേക്കാം. തിരിച്ചിറങ്ങി പോരണ്ടെങ്കിൽ ഏണി തട്ടിക്കളയണം. ഏണി കർമ്മമാണ്. കർമ്മം വന്ന ഏണി കൊണ്ട് മുകളിലോട്ട് കയറാൻ പറ്റും. പക്ഷെ മുകളിൽ കയറിയാൽ പിന്നെ കർമ്മത്തെ ഉപേക്ഷിച്ച് മുകളിലേക്ക് പോകാൻ പറ്റണം. പക്ഷെ നമ്മള് ഒരു മരത്തിൽ കയറി ഏണി ചെയ്യുന്ന താഴേക്ക് ഇറങ്ങി വരാൻ കൂടിയാണ്. തട്ടുമ്പുറത്ത് കയറി ഫാദറിനെ എടുത്താൽ താഴേക്ക് ഇറങ്ങി വരാൻ, അല്ല അവിടെ ഇരിക്കാനല്ല. അതുകൊണ്ട് മോക്ഷമാർഗത്തിലുള്ള യാത്രയിൽ ഒരിക്കലും തിരിച്ചിറങ്ങി വരികയില്ല. അതുകൊണ്ട് കർമ്മം എന്ന ഏണി കൊണ്ട് എത്താവുന്ന ഉയരം താണ്ടിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും. തിരികെ ഇറങ്ങുന്നവർ കർമ്മമാർഗങ്ങൾ വീണ്ടും ബന്ധിതരാണ്, ഉപേക്ഷിക്കാതെ. അപ്പൊ കാമാസക്തി ഉണ്ടാകും. അപ്പൊ കർമ്മം ബന്ധനമായി തീരും. അതൊരു ഉപകരണം മാത്രമാണ് കർമ്മം എന്ന് ധരിച്ച് ഉപയോഗം കഴിഞ്ഞ് ഒരൊറ്റ തത്വമാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട്. നമുക്ക് അന്തിമ നിമിഷം വരെയും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പിന്മാറി കർമ്മത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി. അടുത്ത ചോദ്യം, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നാണല്ലോ വേദാന്തം പറയുന്നത്. ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആരുടെ നിയന്ത്രണം കൊണ്ടാണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് ഈ ലോകത്തിൽ ദുഃഖിച്ചു? ജീവാത്മാവും പരമാത്മാവും രണ്ടാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ദ്വൈതത്തിലാണ് ജീവിക്കുന്നത്. ഇവ രണ്ടും അവസാനം ഒന്നായിത്തീരണം. ജീവൻ പരമാത്മാവിന്റെ തന്നെ ഭാഗമല്ലേ വാസ്തവത്തിൽ? അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും നിയന്ത്രിക്കാൻ ഒരു ശക്തി ഉണ്ടോ? അങ്ങനെ ഒരു ശക്തി, നിയന്ത്രണ ശക്തി ഉണ്ടോ? പിന്നെ ഈശ്വരനാര്? ഇതാണ് സദാഷ്ട്ര ചോദ്യം. എത്ര പണ്ഡിതനാണ് സദാഷ്ട്ര? സനൽകുമാറിന്റെ മറുപടി, പരമാത്മാവിന്റെ ഒരു പരിണാമമാണ് ഈ ജഗത്ത് മുഴുവൻ. പരമാത്മ ചൈതന്യം പരിണമിച്ച് ജഗത്തായി മാറിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ആകാശം. ആകാശം വെച്ചാൽ ഇട, അന്തരീക്ഷം നിറഞ്ഞേക്കുന്ന സ്ഥലം എന്നാണ്. അത് എല്ലായിടത്തുമുണ്ട്. ഈ ഭിത്തി കെട്ടി തിരിച്ച ജനലുകൾ വെച്ച്, വാതിൽ വെച്ച് അടച്ച് ഞാൻ അകത്തിരിക്കുന്ന എനിക്ക് ഈ വീടിന്റെ അകത്ത് ഒരാകാശം, അതിന് മഠാകാശം എന്ന് പറയും. ഈ മഠത്തിന്റെ അകത്തുള്ള ആകാശം, ഈ വീടിന്റെ അകത്ത് ഇടയുണ്ട്, സ്ഥലമുണ്ട്, ആകാശം. ഈ ഭിത്തികളൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞാൽ ഈ മഠാകാശം പ്രപഞ്ചത്തുള്ള മഹാകാശമായി മാറും, ലയിക്കും. ഇതുപോലെയാണ് പരമാത്മാവും ജീവാത്മാവും. ജീവാത്മാവ് ഒരു ഉപാധിയിൽ ബന്ധിതനായിരിക്കുന്ന കൊണ്ട് പരമാത്മാവ് ഉപാധി ബന്ധിതനായിരിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് ജീവാത്മാവ്. ആ ബന്ധനത്തിൽ നിന്ന് മുക്തനായാൽ പിന്നെ അതും എന്തായി ആയി? അവിടെ പരമാത്മ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് ഈ പരമാത്മചൈതന്യത്തിന്റെ ഭാഗമാണ് ജീവാത്മാക്കൾ. അതുകൊണ്ടാണ് രണ്ടായി കാണപ്പെട്ടത്. ഈ വീടിന്റെ അകത്തുള്ള ആകാശവും പുറത്തുള്ള ആകാശവും ഞാൻ രണ്ടായിട്ട് തന്നെയാണ് ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരീരം എന്ന കുടം അല്ലെങ്കിൽ എന്ന ഈ വീട് ഉടയുമ്പോൾ ജീവാത്മാക്കൾ പരമാത്മാവിൽ തന്നെ ലയിക്കും. ഇതുപോലെ ഈ മഠത്തിലുള്ള ആകാശം പ്രപഞ്ചാകാശമായി മാറും. പരമാത്മാവിന്റെ അംശമായ ജീവനെ നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ച നിയന്താവായ പരമാത്മ ചൈതന്യം തന്നെ. അതിനാണ് ഈശ്വരൻ വിളിക്കുന്നത്. എല്ലാത്തിനും വ്യക്തമായ മുഴുവൻ. ഇപ്രകാരം ജീവാത്മാ പരമാത്മകളുടെ ഭേദങ്ങളെ സനൽകുമാരൻ വ്യക്തമാക്കി. അടുത്ത ചോദ്യം, മുനിവൃത്തി എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും?
മുനിയുടെ ഭാവത്തിനെയാണ് മൗനം എന്ന് വിളിക്കുന്നത്. അപ്പൊ മൗനം അനുഷ്ഠിച്ചിട്ട് വേണം മുനിയായിത്തീരാൻ. മൗനം എന്നാൽ എന്താണ്? മിണ്ടാതിരിക്കലാണോ? അതെങ്ങനെ മുനിവൃത്തിയായി പരിണമിച്ചു? അതിന് ധ്യാനവുമായുള്ള ബന്ധം എന്ത്? മൗനം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കും? കുറെ ചോദ്യങ്ങൾ ഒന്നിച്ചാ, ഓരോന്നും പ്രത്യേകം ചോദിച്ച് മറുപടിയാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ അതിലൂടെ ഒന്നിച്ചാക്കിയതാ. ഓരോ വാക്കിൽ ഓരോന്നും മറുപടി പറഞ്ഞു പോകുന്നത്. തൽഫുജാതിയൻ യതോ ന വേദ മനസാ സഹൈവം അനുപ്രവിശന്തി തതോ അഥ മൗനം യത്രോദ്ധിതോ വേദശബ്ദസ്തഥായം ഫ തന്മയത്വേന വിഭാതി രാജൻ. ഹേ രാജൻ, അല്ലയോ ധൃതരക്ഷാവേ, ആത്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള മൗനം എന്നത് മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധി എന്നിവയുടെ ലയമാണ്. മൗനം എന്ന് കേട്ടാൽ മിണ്ടാതിരിക്കലാണെന്ന് മാത്രം നമ്മൾ ആധുനിക ലോകത്ത് ധരിച്ചു വശായി. അതുമാത്രമല്ല, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എന്തിലേക്ക് ലയിക്കുന്നുവോ ആ അവസ്ഥയുടെ പേരാണ് മൗനം എന്ന്. കലുഷിതമായ ഒരു മനസ്സുകൊണ്ട് ഒരാൾ മിണ്ടാതിരുന്നാൽ കൊണ്ട് എന്താ പ്രയോജനം? ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും കലുഷിതമാണ്. 1000 കൂട്ടം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, 1000 ദുഷ്പ്രവൃത്തികൾ മനസ്സിൽ കണ്ടുപിടിക്കുന്നുണ്ട്, 1000 ദുഷ്ടതകൾ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്നുണ്ട്. മിണ്ടാതിരുന്നിട്ട് എന്താ ഫലം? മിണ്ടാതിരുന്നാലും ഉണ്ടാം അനർത്ഥം. മിണ്ടാതിരുന്നാലും അനർത്ഥം ഉണ്ടാവാം. അതുകൊണ്ട് ഈ മിണ്ടാതിരിക്കലല്ല മൗനം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഒന്നിച്ച് ഏതൊരവസ്ഥയിലേക്ക് ലയിക്കുന്നുവോ അത് ധ്യാനത്തിലൂടെ മാത്രമാണ് ശാന്തമാണ്. അപ്പൊ കിട്ടുന്ന അനുഭവത്തിന് പേരാണ് മൗനം. ഇത് മുനിയുടെ വ്രതമാണ്. അവിടെ ഈ നാക്കുപയോഗിച്ച് ഒന്ന് സംസാരിച്ചാൽ ഒരു പങ്കും ഉണ്ടാവില്ല. മിണ്ടാതിരിക്കൽ അല്ല മൗനം. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചാണ്. ഒന്ന് മിണ്ടിപ്പോയാൽ ഒന്നും സംഭവിക്കില്ല. വികാരങ്ങൾ തള്ളി വരുന്നതിനെ ശാന്തമായി അടക്കി നിർത്തി ഒരു ലയത്തിലേക്ക് എത്തണം. ഓങ്കാരത്തിലുള്ള അകാര, ഉകാര, മകാരങ്ങൾ ഉപാസന കൊണ്ട് അതിന്റെ അന്ത്യമാത്രയിൽ ലയിച്ച് തുര്യാവസ്ഥയെ പ്രാപിക്കുന്നത് പോലെ മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധി എന്നിവ എന്തിലേക്ക് ലയിക്കുന്നുവോ അപ്പോഴുള്ള അനുഭവത്തിന്റെ പേരാണ് മൗനം. അതുകൊണ്ട് ഉണ്ടാക്കേണ്ട നേട്ടം അടക്കമാണ്, ശാന്തതയാണ്. അത്ര വ്യക്തമാക്കി ഓരോ വാക്ക് അദ്ദേഹം യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാഫഹ എന്ന് ഉപനിഷത്തിലെ വാക്യവും ഇതിനെയാണ് പറയുക. എവിടെ നിന്നാണോ വാക്കുകൾ നിവർത്തിക്കുന്നത് അവിടെ ഇന്ദ്രിയങ്ങൾ അടങ്ങുന്നു. ഇന്ദ്രിയങ്ങളുടെ വിലയുമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനു പോലും എത്താത്ത തുര്യാവസ്ഥയിൽ എല്ലാ കർണങ്ങളിൽ നിന്നും നിവർത്തിക്കും. അതാണ് തപസ്സിൽ കടന്നുകൂടാവുന്ന കൽമഷങ്ങൾ എപ്രകാരം പരിഹരിക്കാം? അടുത്തൊരു ചോദ്യം അതാണ്. തപസ്സിൽ ധാരാളം കൽമഷങ്ങൾ കടക്കാം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തപസ് ദുഷ്കരമാകുന്നതുകൊണ്ട്. എന്താണ് അങ്ങനെ കടക്കാൻ പറ്റുന്നത്? ധൃതരാഷ്ട്രക്ക് എന്തുകൊണ്ട് തപസ് അനുഷ്ഠിക്കാൻ തോന്നുന്നില്ല? ധർമ്മം, സത്യം, ദമം, തപസ്, നിർമ്മത്സരത, ലജ്ജ, തിതിക്ഷ, അനസൂയ, യജ്ഞം, ദാനം, ധൈര്യം, വേദപഠനം. ഈ 12 ധർമ്മങ്ങൾ ആര് കൈവിടാതെ അനുഷ്ഠിക്കുന്നുവോ അപ്പോൾ തപസ്സിൽ മാലിന്യം ഉണ്ടാവില്ല. ഒറ്റ വാക്യം കിട്ടില്ല. വെറും തപസ് ചെയ്താൽ പോരാ. തപസ്സിൽ ധർമ്മം വേണം, തപസ്സിൽ സത്യം വേണം, തപസ്സിന് അടക്കം ഉണ്ടാവണം. അതേപോലെ മനസ്സ് തപിച്ചുകൊണ്ടേയിരിക്കണം ആത്മജ്ഞാനത്തിന് വേണ്ടി. ഒന്നിനോടും ഒരു മാത്സര്യ ബുദ്ധി ഉണ്ടാവരുത്.
അത് കിട്ടുന്നിടം വരെ ലജ്ജിക്കണം. ലജ്ജിക്കണം എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ലജ്ജയാണ് വേണ്ടത്. അതിനെയും കൂടി സഹിക്കാൻ പറ്റണം. അതിന്റെ പേര് തിതിക്ഷയാണ്. അതേപോലെ അസൂയ ഒരിക്കലും ഉണ്ടാവാതിരിക്കുക, യജ്ഞം ചെയ്യാനുള്ള മനസ്സ് വേണം, ദാനം ചെയ്യാനുള്ള ഒരു ഉറപ്പുണ്ടാവണം, ധൈര്യം വേണം, വേദങ്ങൾ പഠിക്കണം. ഇത്രയും ഒരു താപസൻ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ അതിൽ മാലിന്യം ഉണ്ടാവില്ല. ഈ ധൃതരാഷ്ട്രയുടെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ സുജാതൻ തുടർന്ന് ബ്രഹ്മോപാസനയുടെ പ്രധാന വിഷയങ്ങളും സൃഷ്ടിപ്രക്രിയകളും വിവരിച്ചതിന് ശേഷം അന്തിമമായി പരബ്രഹ്മ ചൈതന്യം എന്തെന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ ഇനി കുറെ ഭാഗങ്ങളിലായിട്ട് 2 വിഷയങ്ങൾ. ഒന്ന് ബ്രഹ്മോപാസന. എങ്ങനെ ഒരാൾക്ക് ഒരു യതിയായി തീർന്ന് ബ്രഹ്മത്തെ ഉപാസിച്ച് ജീവിതം ധന്യമാക്കും. അതിനുശേഷം ഞാൻ എങ്ങനെയുണ്ടായി എന്നുള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രക്രിയകൾ അത് വിസ്തരിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബ്രഹ്മചൈതന്യം എന്ത് എന്ന ചോദ്യത്തിന് മറുപടി അണോരണിയാൻ സുമന സർവഭൂതേഷു ജാഗ്രതയും പിതരം സർവഭൂതേഷു പുഷ്കരേ നിഹിതം വിദു. അണുവരണിയാൻ, അണുക്കളിൽ വെച്ച് അണു തമനാണ്. സർവഭൂതേഷു ജാഗ്രതി, എല്ലാ ഭൂതങ്ങളിലും സാക്ഷിയായി ജാഗ്രതയോടെ നിരന്തരം ഉണർന്നിരിക്കുന്നവനാണ് ആത്മാവ്. അണുക്കളിൽ വെച്ച് അണിയാനാണ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളുടെ ഉള്ളിൽ അണുക്കളുണ്ട് എന്ന് അടുത്ത കാലത്ത് ഇംഗ്ലീഷുകാരെ കണ്ടുപിടിച്ച് നമുക്ക് തന്നതല്ല. അണോഹു അണിയാൻ എന്ന് ഉപനിഷത്ത് പലപ്പോഴും നാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരമാത്മ ചൈതന്യം എന്നുള്ളത് അണുവിന്റെ ഏറ്റവും ചെറിയ ഒരു തന്മാത്രയല്ല, അണുവല്ല, പരമാണുവാണ്. അതുകൊണ്ടാണ് അണുവിനണിയാൻ. അത് എല്ലാ ഭൂതങ്ങളിലും എപ്പോഴും ഉണർന്നേ ഇരിക്കത്തുള്ളൂ, ഉറങ്ങില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അത് ഉണർന്നിരിക്കും. ആ ഒരെണ്ണം മാത്രമേ ഉണർന്നിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉണരുമ്പോൾ ഞാൻ സുഖം അനുഭവിച്ചു എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ഉണർന്നിരിക്കുന്നത്. അതേപോലെ പിതരം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലെയും പിതാവാണ്. എല്ലാ ഭൂതങ്ങളിലെയും സൃഷ്ടികർത്താവാണ് ഈ പരമാത്മാവ്. അതിൽ നിന്നുമുണ്ടായ ഇച്ഛ, സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹമാണ് പിന്നെയുള്ള സകല സൃഷ്ടികൾക്കുണ്ടായി. പിതരം സർവഭൂതേഷു പുഷ്കരേ നിഹിതം വിദു. അതൊക്കെ പുഷ്കരത്തിലാണ്. പുഷ്കരത്തിൽ ആകാശം നോക്കും. പുഷ്കരേ, ആകാശത്തിൽ അനന്തമായ വിഹായസിൽ നിഹിതമാണ്, ലയിച്ചു ചേർന്ന് കിടക്കുകയാണ് ഈ പരമാത്മ ചൈതന്യം. തീരുമാനിക്കാം. അത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മചൈതന്യം തന്നെയാണ്. ഇപ്രകാരം ആത്മസ്വരൂപത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സനൽ സുജാതൻ തന്റെ ഉപദേശങ്ങൾ ഉപസംഹരിക്കാൻ. ഈ ഉപദേശങ്ങൾക്ക് ശേഷവും ധൃതരാഷ്ട്രക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലുള്ള ഉപദേശം. ഒന്ന് വിതുരരെ, മറ്റൊന്ന് സനൽ സുജാതൻ. ഒന്ന് ഭൗതികം, മറ്റൊന്ന് ആത്മീയം. 2 ഉപദേശങ്ങൾ കേട്ടിട്ടും ധൃതരാഷ്ട്രക്ക് ഒരു മാറ്റവും ഉണ്ടായി. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ധാരാളം ഉപദേശങ്ങൾ കേൾക്കും. അതൊന്നും നമ്മളിലൊരു മാറ്റം വരുത്താതെ നമ്മിൽ കൂടി കടന്നു പോകും. നമ്മളിത് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളിലൊരു മാറ്റം, നമ്മുടെ ചിന്താപദ്ധതിയിൽ ഒരു മാറ്റം, നമ്മുടെ ചിന്തകൾക്കാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, അതൊരിക്കലും സ്റ്റേബിൾ അല്ല. അതിൽ എന്തൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തൊക്കെ വേണമെങ്കിൽ എടുത്തു കളയാം, മാലിന്യങ്ങളൊക്കെ കളയാം,
നല്ലതാക്കാം, ഇതൊക്കെ ചിന്തയെ ചെയ്യാൻ പറ്റും. അതിന് ആർക്കെ പറ്റൂ? എനിക്ക് പറ്റൂ, വേറെ ആൾക്ക് പറ്റില്ല. അതിനാണ് ഉപദേശങ്ങളുടെ പ്രസക്തി. അവിടെയാണ്. ഇതൊന്നും സംഭവിക്കാതെ കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവസഭയിലെത്തും. അപ്പൊ യുദ്ധത്തിൽ നിന്ന് മക്കളെ പിന്തിരിപ്പിക്കാൻ ധൃതരാഷ്ട്രക്ക് കഴിഞ്ഞില്ല. ആവും യുദ്ധം ശ്രമിച്ചു, അതൊക്കെ വിഫലമായി തീർന്നു. അവസാനം യുദ്ധം തന്നെയാണെന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ ധൃതരാഷ്ട്രക്ക് അല്ല യുധിഷ്ഠിരന് മോഹം ഉണ്ടായി ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്മാറിയ. അതുകൊണ്ട് ആരെ അയക്കാനാണ്? അവസാനം ശ്രീകൃഷ്ണനെ സമീപിച്ചു. ശ്രീകൃഷ്ണനൊന്നും ഫലം ഉണ്ടാവില്ല, പോയിട്ട് എങ്കിലും ജ്യേഷ്ഠന്റെ വാക്ക് കേട്ട് ഞാൻ പോകാൻ തയ്യാറാണ്. അങ്ങനെയാണ് കൗരവസഭയിലേക്ക് ദൂതുമായി ഭഗവാൻ എത്തുന്നു. ഒരു വീടെങ്കിലും പാണ്ഡവർ കൊടുത്താൽ മതി എന്ന് അവസാനം യാചിക്കുന്നു. നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ സാറിന്റെ ഇത് പോയാൻ തോന്നുന്നല്ല ജ്യോതിഷ, നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്തോ നോക്കട്ടെ. സ്റ്റക്കായിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാലോ? നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കാം. അത് അദ്ദേഹം ലാപ്ടോപ്പിലായിരിക്കുന്നത്, മൊബൈലല്ലല്ലോ. അതല്ല, പക്ഷെ അപ്പോൾ പറഞ്ഞാൽ ജ്യോതിഷം ഒന്ന് വിളിച്ചു നോക്കൂ. കാരണം അദ്ദേഹം ഇത് പോയത് അറിഞ്ഞിട്ടില്ലെങ്കിലേ, അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ. നോക്കട്ടെ. അല്ല, വന്നു സാർ വന്നു. സാർ വന്നോ? എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് നെറ്റ് എന്തോ പ്രോബ്ലം അതുതന്നെ, അതായിരുന്നു ഞങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അറിയാതെ ഞങ്ങൾ ആ ശ്രീകൃഷ്ണൻ വരെ കേട്ടുള്ളേ. ശ്രീകൃഷ്ണൻ, ധൃതരാഷ്ട്ര പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ അവിടെ വരെ കേട്ടിട്ടുള്ളൂ. ശ്രീകൃഷ്ണൻ ദൂതിനായിട്ട് പോകും. ഒരു വീടെങ്കിലും വേണമെന്നുള്ള യുധിഷ്ഠിരന്റെ ആഗ്രഹം. ഒന്നുകിൽ 5 ദേശം, അല്ലെങ്കിൽ 5 ഗ്രാമം, അല്ലെങ്കിൽ 5 വീട്, ഒരു വീടെങ്കിലും അവർക്ക് കൊടുത്താൽ യുദ്ധം ഒഴിവാക്കണം എന്ന് ശ്രീകൃഷ്ണൻ അവിടെ ചെന്ന് യാചിക്കുകയാണ്, അപേക്ഷിച്ചു. പക്ഷേ ഇത് നടക്കില്ല എന്നറിയാമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അന്തിമ ശ്രമം എന്നുള്ള നിലയിൽ അവിടെ ഭഗവാന്റെ ശ്രമം. ഈ ദൗത്യവും പരാജയപ്പെട്ടു. പൂജ കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല. പാണ്ഡവർ അന്യജാതിക്കാരാണ്, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണൻ തിരിച്ചതിന് ചില വാദങ്ങൾ അങ്ങോട്ട് പറയും. നിങ്ങളും വാസ്തവത്തിൽ ശന്തനുവിന്റെ പുത്രന്മാരൊന്നും അല്ലല്ലോ. ആ 2 പുത്രന്മാര് മരിച്ചതിന് ശേഷം വിധവയിൽ വ്യാസനാൽ ഉണ്ടാക്കപ്പെട്ടവരല്ലേ നിങ്ങൾ, ശരിക്കുണ്ടായവരല്ല. നിങ്ങളും ശരിയായ അച്ഛന്റെ മക്കളാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങോട്ട് പറയും. ഇപ്പൊ പാണ്ഡവരങ്ങനെ അല്ലെന്നല്ലേ പറഞ്ഞ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോ? അതുമല്ല. അപ്പൊ ആരും ഇത് പറയേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചു മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് 2 പക്ഷത്തു നിന്നും അവസാനം യുദ്ധം പ്രഖ്യാപിച്ചു. തീയതി നിശ്ചയിച്ചു, ജ്യോത്സ്യന്മാരെ കണ്ടു, ഒരുക്കായി, ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന മുഹൂർത്തത്തിൽ യുദ്ധം ആരംഭിക്കുന്ന പ്രഖ്യാപനമായി. ഇനിയും വേണ്ടത് ആ ദിവസത്തിനകം 2 പക്ഷത്തിലുള്ള ബന്ധുബലങ്ങൾ ഉണ്ടാക്കണം. സൈന്യങ്ങൾ വേണം, ധാരാളം ബന്ധുബലങ്ങൾ വേണം. അങ്ങനെ പലരും നാടും മുഴുവൻ ഓടി നടന്നു. ഇന്നിപ്പം എന്താണ് നമ്മുടെ ഭരണാധികാരികൾ അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് പോലെ ഇവരൊക്കെ പലയിടത്തും ബന്ധുബലം ഉണ്ടാക്കാൻ വേണ്ടി നാട് നീളെ പലയിടത്തും നടന്നു. അവരുടെ കഴിവ് ഉപയോഗിച്ചു, ഒക്കെ ഉപയോഗിച്ച് നടന്നു. അവസാനം ശ്രീകൃഷ്ണനെ ആശ്രയിക്കാനായിട്ട് പാണ്ഡവരും ശ്രീകൃഷ്ണന്റെ സൈന്യം വിട്ടുകിട്ടാൻ വേണ്ടി കൗരവരും ചെന്നു. അത് ഭഗവാൻ അംഗീകരിച്ചു.
നിരായുധനായിട്ട് ഞാൻ പാണ്ഡവരുടെ കൂടെ സൈന്യം കൗരവർക്ക് യാദവ സൈന്യത്തിലെ കുറെ പേരെ കൗരവർക്ക് വിട്ടുള്ളൂ. കാരണം തന്റെ അവതാര ലക്ഷ്യം ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണ്. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ തങ്ങളിൽ തന്നെ മരിച്ചുള്ളൂ, തനിക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ, കുറെ ഒത്തിരി ജോലി ലാഭില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, യാദവന്മാരിലുള്ള ദുഷ്ടന്മാരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു, അവരെല്ലാം അവിടെ മരിച്ചോളൂ എന്ന് പറയാം, കൗരവരൊക്കെ മരിക്കാം. അങ്ങനെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളോടുകൂടി ഉദ്യോഗപർവം അവിടെ പരിസമാപിക്കാം. അടുത്ത 5 പർവ്വങ്ങൾ യുദ്ധത്തെ കുറിച്ചാണ്. ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, ഭൗതിക പർവ്വങ്ങൾ യുദ്ധരംഗങ്ങളിലെ അതിതീക്ഷ്ണമായ വർണ്ണനയാണ്. അത് മുഴുവൻ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ ഓരോ പർവ്വത്തിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം പറയും. ഭീഷ്മപർവത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഭഗവത്ഗീതയാണ്. കൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഭഗവത്ഗീതയെ കുറിച്ചാണ് പറയാനുള്ളത്. കൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്തിക്കൊണ്ട് അടുത്ത ക്ലാസ് നമുക്ക് ഭഗവത്ഗീത ആരംഭിക്കാം. കാരണം അടുത്തത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒന്ന് ഭഗവത്ഗീതയാണ്. പക്ഷെ ഒരു ക്ലാസ് കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. അത് 18 അധ്യായമുണ്ട്. ആ 18 അധ്യായം ഒന്ന് ചുരുക്കി പറയാൻ തന്നെ 18 ക്ലാസ് എടുക്കില്ല, 5-6 ക്ലാസ് ഉണ്ടെങ്കിൽ അത് ചുരുക്കി പറഞ്ഞ് അത് ഉപസംഹരിച്ചതിന് ശേഷമേ നമുക്ക് അടുത്ത പർവ്വങ്ങളിലേക്ക് പോകാൻ പറ്റൂ. ഓരോ പർവ്വത്തിലും ചില പ്രധാനപ്പെട്ട കാര്യം മാത്രമേ പറയുള്ളൂ. ഇന്ന് നമുക്ക് അല്ലെങ്കിൽ മഹാഭാരതം 1.25 ലക്ഷം ശ്ലോകം ഒരിക്കലും തീരില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ടോപ്പിക് എന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞ് അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള 8 അധ്യായങ്ങൾ കൂടി 8 പർവ്വങ്ങൾ കൂടി മഹാഭാരതം ഉപസംഹരിക്കും. അതും കൂടി പറയും. അത്രയും പറഞ്ഞാൽ മഹാഭാരതം ടോപ്പിക്ക് തീരുള്ളൂ. അതിന് കുറച്ച് സമയമെടുക്കും, എങ്കിലും ആവട്ടെ. ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ഇതിലാർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഗീത ആരംഭിക്കാം. ചേട്ടാ, ഒരു കൺഫ്യൂഷൻ വന്നത്, കർമ്മം ഉപേക്ഷിക്കുക മോക്ഷത്തിന് എന്ന് പറഞ്ഞു. അവിടെ എനിക്കൊരു ചെറിയ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു. കാരണം ഇതിനു മുമ്പ് പറഞ്ഞു കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. അപ്പോൾ കർമ്മം ചെയ്യുന്നതും മോക്ഷത്തിന് സാധകമല്ലേ? കാരണം അർത്ഥമിച്ഛിക്കാതെ, പക്ഷെ പുരുഷാർത്ഥങ്ങളെല്ലാം നേടണമെങ്കിൽ ധർമ്മപരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ധർമ്മപരമായ കർമ്മത്തിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലെത്താം. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ മോക്ഷത്തിലെത്തിക്കൂടെ? അതല്ലേ അപ്പോൾ ജീവാത്മാവ് ഈ അദ്വൈത സിദ്ധാന്തം പൂർണ്ണമാകുന്നത് എന്നൊരു എളിയ ചിന്ത മനസ്സിൽ വരികയാണ്. അപ്പൊ കർമ്മം ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിനെ എങ്ങനെ ഒരു ലാഘവത്തോടെ കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല ചേട്ടാ. ഒന്ന് കർമ്മം എന്നുള്ളത് നമ്മൾ ധരിച്ചത് നമ്മൾ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നമ്മളെ കർമ്മം ധരിച്ചത്. കർമ്മത്തിന്റെ ഫലത്തെ നമുക്ക് ത്യജിക്കാൻ പറ്റുമോ? കർമ്മം ചെയ്തിരിക്കാൻ പറ്റും. മരിക്കുന്ന അന്തിമ നിമിഷം വരെയും നമുക്ക് എന്ത് ചെയ്യണം? കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ജാതു തിഷ്ഠതി അകർമ്മകൃത്ത്, ഇതിന്റെയൊക്കെ ശരിയായ ഉത്തരം ഗീത തരും. ഗീതയിലെ ആദ്യത്തെ 2, 3, 4, 5 അധ്യായങ്ങളിൽ കർമ്മ വിഷയത്തെ കുറിച്ചാണ്. എന്താണ് നിഷ്കാമകർമ്മം, എങ്ങനെ പറ്റും എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത് നമുക്ക് ഉള്ളിയർ ചെയ്യാം. പക്ഷേ ഈ കർമ്മ ഫലത്തെയാണ് എന്ത് ചെയ്യുന്നത്? ത്യജിക്കേണ്ടത്, കർമ്മത്തെ. അപ്പൊ കർമ്മത്തിന് എന്തുണ്ട്? ഫലവുമുണ്ട്, പ്രതിഫലവുമുണ്ട്. പ്രതിഫലം വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണം? ഫലത്തെ വിട്ടുള്ളൂ. പ്രതിഫലം നമുക്ക് വാങ്ങാം, പക്ഷെ ഫലം എന്ത് ചെയ്യണം? മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണ്ടേ? ഞാൻ ഒരു അധ്യാപകനാണ്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ ഫലം ആർക്കാണ്? കുട്ടികൾക്കാണ്. ഞാൻ എൻ്റെ കർമ്മത്തിന്റെ ഫലം ആർക്ക് വിട്ടുകൊടുക്കും? കുട്ടികൾക്ക്. അതിന് സർക്കാർ എനിക്ക് എന്ത് ചെയ്യും? ശമ്പളം, പ്രതിഫലം എനിക്കുണ്ട്. പക്ഷെ ഫലം വിട്ടുകൊടുത്തല്ലേ പറ്റൂ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഫലം വിട്ടുകൊടുത്തോണ്ട് എനിക്ക് കർമ്മം ചെയ്തല്ലേ പറ്റൂ. കർമ്മയോഗിയാവുക. അതെ. ഇപ്പൊ ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു, രോഗം ഭേദമാകുന്ന ആർക്കാണ്? രോഗിക്കാണ്, ഡോക്ടർക്കല്ല. അപ്പൊ ഇതിന്റെ ഫലം അനുഭവിക്കുന്ന രോഗിയാണ്. ഡോക്ടർക്ക് പ്രതിഫലം കിട്ടിയേക്കാം. ഇതുപോലെ ഏതിനുമുണ്ട്. അത് അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ആത്യന്തികമായ ഫലം മറ്റൊരാളിലേക്ക് വിട്ടുകൊടുക്കാനുള്ളതാണ്.
ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം സാർത്ഥകമാകുന്നത്. ആ വിട്ടുകൊടുക്കലാണ് ഇവിടെ ഈ കർമ്മത്യാഗം എന്ന് ഉദ്ദേശിക്കുന്ന ഫലത്യാഗം. ശരി ചേട്ടാ, നന്ദി ജയശങ്കര. നമസ്തേ ജയശങ്കര. ആ എനിക്കും ഇതേ സംശയമായിരുന്നു. ചേട്ടൻ പറഞ്ഞല്ലോ കർമ്മത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കണമെന്ന്. അപ്പൊ ഞാനും വിചാരിച്ചു ഇപ്പൊ 61 വയസ്സായി, ഒരു കർമ്മവും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ അത് ശരിയല്ലല്ലോ. അപ്പൊ കർമ്മത്യാഗം എന്ന് പറയുന്നത് കർമ്മഫലത്യാഗമായിരുന്നില്ലേ ചേട്ടാ? അതെ, കർമ്മഫലത്യാഗം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധത്തെ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. ഓക്കെ. പിന്നെ കർമ്മം ചെയ്യാതെ ജയിക്കാൻ മരണത്തെ പറ്റില്ല. കുറിച്ച് പറഞ്ഞല്ലോ. ആ മൃത്യുവിനെ ഭയക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അത് പറയുമ്പം ബാല്യ കൗമാര യൗവന വൃദ്ധാദി കാര്യങ്ങളൊക്കെ മാറുമ്പം വിഷമിക്കുന്നില്ലല്ലോ, അതുപോലെ മൃത്യുവിന് കരുതണം എന്ന് പറഞ്ഞില്ലയോ. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോ ഈ ശരീരം തന്നെ ഉണ്ട്. ബാല്യത്തിൽ ഉണ്ടായിരുന്ന ശരീരത്തിന് രൂപാന്തരം വരുന്നതേ ഉള്ളൂ, പക്ഷെ ശരീരം ഇവിടെ ഉണ്ട്. പക്ഷെ ബാല്യത്തിലുള്ള മൃത്യു വരുമ്പോ ഈ ശരീരമല്ല, ശരീരം ഉപേക്ഷിച്ചു പോകും. ബാല്യത്തിൽ ആസ്വദിച്ച ശരീരവും അല്ല അത് മാറി മറ്റൊരു ശരീരമാണ് വരുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളെ ദൃഷ്ടിയിൽ ഇത് ഒന്ന് തന്നെയാണ്. ബാല്യത്തിൽ ഉണ്ടാകാത്ത പല അവയവങ്ങളും ഭാവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? യൗവനത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ ശരീരത്തിന് രൂപാന്തരങ്ങൾ സംഭവിച്ചല്ലേ, മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാതെ കണ്ടാണ് ഇതെല്ലാം ശരീരം എന്ന ഏകഭാവനയിൽ കാണുന്നത്. ഓരോ ദിവസവും ചെല്ലുന്തോറും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും വളർന്നു വരുന്ന നഖവും മുടിയും അധികമാണ് മാറ്റം ഉണ്ടാക്കില്ലേ ചെയ്യുക. അത് നമ്മളെ വിരൂപരാക്കില്ലേ? ആക്കും. അപ്പൊ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വാസ്തവത്തിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഞാൻ എന്നുള്ളൊരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. കുട്ടിയായിരിക്കുന്ന ഞാൻ, യുവാവായിരിക്കുന്ന ഞാൻ, വൃദ്ധനായിരിക്കുന്ന ഞാൻ ഒക്കെ ഞാൻ എന്നല്ലേ വിളിക്കുക. മാറ്റം വരുന്നില്ല. അതുപോലെയാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്ന ഞാനും ഞാൻ തന്നെയാണ്. പിന്നെ ആ ഞാൻ മാറ്റം ഉണ്ടാകുന്നില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണുന്ന ശരീരം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. ഈ ശരീരം ഇല്ലാണ്ട് പോയാൽ ഞാൻ ഇല്ലാണ്ട് പോയി എന്നാണ്. ഈ ശരീരം ഇല്ലാണ്ട് പോയാൽ ഈ ശരീരം എന്ന അവയവം നഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്. ഞാൻ അനശ്വരനാണ്. ഞാൻ നശിക്കില്ല. എനിക്ക് മരണവുമില്ല. അത് ഗീതയിൽ ഇനി വിസ്തരിച്ച് പറയാം. അപ്പൊ ഞാൻ പറയാം. അതുകൊണ്ടല്ലേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തർ എന്ന് പറയുന്നത്. ധീരസ്തത്ര മുഹ്യതി. അപ്പൊ ധീരൻ അല്ലാത്തവരാണ് ഇപ്പൊ മോഹിക്കുന്നത്. എന്തോ ഏതാ? അതെ, ധീരൻ. നമ്മൾ ധീരനാവണം. അതെ, നമുക്ക് ധീരത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്രമമുക്തിയെക്കുറിച്ചും സദ്യോമുക്തിയെക്കുറിച്ചും പറഞ്ഞല്ലോ. അപ്പൊ ഈ ക്രമമുക്തി നമുക്ക് എല്ലാവർക്കും ഉള്ള അത് തന്നെയാണോ? എല്ലാവർക്കും ഈ ക്രമമുക്തിയാണോ ഉണ്ടാവാം? സദ്യോമുക്തി അങ്ങനെ പെട്ടെന്നാണ്. അതെ, യോഗീശ്വരന്മാർക്കുള്ളതായിരിക്കുമോ സദ്യോമുക്തി? അവർക്ക് ഈ ഒരു ലോകത്തിലും പോകണ്ട. നമ്മൾക്ക് ഓരോ ലോകങ്ങളിൽ ചിലപ്പോൾ കുറെ കാലം നിൽക്കും. അതിനുള്ള വീണ്ടും ചിലപ്പോൾ ഇവിടെ തിരിച്ചൊന്ന് വന്നെന്ന് വരും. 1, 2, 3 ജന്മം അനുഭവിച്ച് പിന്നെയും പോകും. ഇങ്ങനെ ഒത്തിരി കാലം കൊണ്ടേ ആവുള്ളൂ. ശരി ചേട്ടാ, വളരെ സന്തോഷം. ഞാനിപ്പോ വിശ്വനാഥ് സാർ പറഞ്ഞപ്പോ പറയാ, പല്ല് മുടി ഒക്കെ ഈ വയറും തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് കുറയ്ക്കാൻ വേണ്ടി ഓടിയാണ്. അത് മറ്റൊന്ന് കുഞ്ഞിലുണ്ടായിരുന്ന വയറല്ല, അത് വെറുതെ ഇങ്ങനെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഈ വികാരങ്ങളാണ്, മാറ്റങ്ങളാണ്, വികൃതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ പല്ല് അതൊന്നും തന്നെയാണ്. കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി, ഇതെല്ലാം ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോ മൃത്യുഭയം നമുക്ക് കൂടുകയാണ്. അതെ, അത് തീരെ അന്നേരം കുറയ്ക്കാണ് വേണ്ടത്. അതിനാണ് ഈ ഉപദേശങ്ങളൊക്കെ തരുന്നത്. ജ്യോതിഷേ, ആർക്കെങ്കിലും ക്ലാസ്
ഇന്നത്തെ അദ്വൈത ലഹരി അപ്പം അടുത്ത മാസം അവിടെ വെച്ചാണല്ലേ? അത് പറയാൻ വരികയായിരുന്നു. ഇന്നത്തെ അദ്വൈത ലഹരി പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒരു സൂചന ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് അദ്വൈത ലഹരിയുടെ 50ാമത്തെ സെഷൻ അടുത്ത മാസം ആചാര്യസ്വാമികളുടെ ജയന്തി ദിവസം അത് നമ്മൾ ശ്രീശങ്കര സ്മൃതി എന്നുള്ള പേരിൽ കൊണ്ടാടുകയാണ്. ശങ്കരാചാര്യ ജയന്തി വരുന്നത് ഏപ്രിൽ 21-നാണ്. പക്ഷെ നമ്മളത് ശങ്കരസ്മൃതി എന്നുള്ള പേരിൽ ഏപ്രിൽ 19-ന് പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധാനത്തിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ ശ്രീശങ്കര ജയന്തി സ്മൃതി നടത്തുന്നത്. അപ്പം അന്ന് നമ്മുടെ അദ്വൈത ലഹരിയുടെ 50ാമത്തെ സെഷൻ അവിടെ ഉണ്ടാകും. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹത്തുക്കളും ആ വേദിയും സമ്പുഷ്ടമാക്കുവാനായി അവിടെ എത്തിച്ചേരുക. പത്തനംതിട്ട കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ വെച്ചാണ് അത് കൊണ്ടാടിയത്. ഈ വർഷം അവിടെ വെച്ച് തന്നെയാണ് കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജഗദീശന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. എല്ലാവർക്കും നന്ദി. ഇതിന്റെ ബാക്കിയാണ് എടുക്കേണ്ടത്. ഇതിന്റെ ബാക്കിയായിട്ട് എടുക്കാം സാർ. ഗീതോപദേശം അവിടെ പുതിയ സെഷനായിട്ട് തുടങ്ങാം. അതല്ലെങ്കിൽ ഇതിപ്പം ഇത് കഴിഞ്ഞില്ല പുരാണങ്ങളിൽ ഇതില് അല്ല, അന്നൊരു പബ്ലിക് മീറ്റിംഗ് ഉള്ള ഒരു ഫെഷനുള്ള അതൊരു അരമണിക്കൂർ നമുക്കത് അതിന്റെ ഇതായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളോട് അത് സൂചിപ്പിക്കാം. ഒരു അരമണിക്കൂറോ അതിനനുസരിച്ച് സമയത്തിന്റെ അല്ല, അത് ഗീതോപദേശം അല്ലേ? അടുത്ത ക്ലാസ് ഭഗവത്ഗീതയെ കുറിച്ചാണെന്ന് ചേട്ടൻ തുടങ്ങി വെക്കാം അല്ലെ? അത് തുടങ്ങി ഗീതോപദേശം അവിടെ ആകാമല്ലോ. സുരേഷ് ഏട്ടനും എത്തിയിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ ജോലിയിലാണ്, അതുകൊണ്ടാണ് അത് അദ്ദേഹം താമസിച്ചത്. അപ്പൊ സുരേഷ് ഏട്ടന്റെ ശ്രദ്ധയിലാക്കണം. നമ്മൾ ഇന്ന് 49ാമത്തെ സെഷനാണ്. തുടക്കത്തിൽ നമ്മൾ ഇതുവരെ 48 സെഷനുകളായിട്ട് നമ്മുടെ വിശ്വാസ് സാറ് കഴിഞ്ഞ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു മഹത് പ്രവൃത്തിയെ ശ്ലാഘീകരിച്ചുകൊണ്ടുള്ള ഇത് സംസാരിച്ചിരുന്നു. അപ്പൊ അങ്ങേക്ക് 2 വാക്ക് സംസാരിക്കാം. ഇതുവരെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഈ ഞങ്ങളെ സംബന്ധിച്ച് മാസത്തിൽ 4 ദിവസം മാത്രമാണ് അവധികൾ. അത് സൺഡേ എന്നുള്ള കണക്കില്ലാത്തതുകൊണ്ട് പലപ്പോഴും വിശ്വനാഥൻ സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല. എങ്കിലും പറ്റുന്നിടത്തോളം കയറാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സിൽ കയറാൻ പറ്റാത്തത് വളരെ നഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ഇത്രയും വർഷക്കാലം നമ്മളോടൊത്ത് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി, എന്താ പറയുക, ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കാരണവർ എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വനാഥൻ സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും എന്നും ഹൃദയപൂർവ്വം നന്ദി മാത്രമേ ഞങ്ങൾക്കുണ്ടാവുകയുള്ളൂ എന്നും കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഏപ്രിൽ 19-ാം തീയതി ശാന്താനന്ദ ആശ്രമത്തിൽ വെച്ച് നേരിട്ട് വീണ്ടും കാണാം. ജയശങ്കര. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര. നമസ്കാരം. ജയശങ്കര.